കുട്ടിയെ ചികിത്സയുടെ പേര് പറഞ്ഞ് ഇല്ലാതാക്കും അധികാരികളെ ആണമില്ലേ നിങ്ങൾക്ക് ഈ സമരം സൂചന മാത്രം സൂചന കണ്ടു പഠിച്ചില്ലെങ്കിൽ രൂപം മാറും ഭാവം മാറും കളിച്ചോ അധികാരികളെ പാവപ്പെട്ടൊരു കുട്ടിയെ ചികിത്സയുടെ പേര് പറഞ്ഞ് ഇല്ലാതാക്കും അധികാരികളെ നിങ്ങൾക്കെതിരെ ഉയരുന്നു സൂചന കണ്ടു പഠിച്ചില്ലെങ്കിൽ സമരത്തിന്റെ രൂപം മാറും ഭാവം മാറും ഓട്ട് കളിച്ചോ അധികാരികളെ യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ് യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ് പ്രതിഷേധം പാവപ്പെട്ടൊരു കുട്ടിയെ ഇല്ലാതാക്കിയ അധികാരികളെ നിങ്ങൾക്കെതിരെ ഉയരുന്നു യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം പാവപ്പെട്ടൊരു കുട്ടിയെ ഇല്ലാതാക്കിയ അധികാരികളെ മാനേജ്മെന്റിന്റെ അധികാരികളെ നിങ്ങൾക്കെതിരെ ഉയരുന്നു യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം ഇന്നീ സമരം സൂചന മാത്രം സൂചന കണ്ടു പഠിച്ചില്ലെങ്കിൽ സമരത്തിന്റെ രൂപം മാറും സമരത്തിന്റെ ഭാവം മാറും ഒത്തുകളിച്ചോ അധികാരികളെ യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ് അറ്റുവിതച്ചു കൊടുങ്കാറ്റായാൽ ഈ പരിപാടി തീയായാൽ ഞങ്ങൾ ഉത്തരവാദികളല്ല മാനേജ്മെന്റിന്റെ അധികാരികളെ നിങ്ങൾക്കെതിരെ ഉയരുന്നു യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം പാവപ്പെട്ടൊരു കുട്ടിയെ ഇല്ലാതാക്കിയ അധികാരികളെ നിങ്ങൾക്കെതിരെ ഉയരുന്നു യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം യൂത്ത് കോൺഗ്രസ് സിന്ദാബാദ് ഇന്നീ സമരം സൂചന മാത്രം സൂചന കണ്ടു പഠിച്ചില്ലെങ്കിൽ സമരത്തിന്റെ രൂപം മാറും കേരളം എന്ന് പറയുന്ന പ്രദേശത്തെ ഒരു കുട്ടിയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഇപ്പൊ 4-5 ദിവസം മുൻപ്
ആ കുട്ടി ഇവിടെ ചുണ്ട് വീണ് മുറിഞ്ഞ് ഇവിടെ അഡ്മിറ്റ് ആക്കിയപ്പോൾ വലിയ പെരുക്കൊന്നും ഉണ്ടായിരുന്നില്ല. കുട്ടി ഇവിടെ വന്ന് ചികിത്സ തേടി ഇവർ 5 മണിക്കൂർ ചികിത്സ നടത്താതെ അതിനുശേഷം ഡോക്ടർ വന്ന് അനസ്തേഷ്യ കൊടുത്തു എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അതിനുശേഷമാണ് ഇവരെ അതിനെ കൂടെ ഉണ്ടായ ആളൊക്കെ ഇവിടെ ഉണ്ട് എരമത്തെ. അപ്പൊ അതിനുശേഷം ഇവിടുന്ന് അപകട നില അതിനെ തുടർന്നാണ് ഇവർ കണ്ണൂരിലേക്ക് മാറ്റിയിട്ടുള്ളത്. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. ഈ എരമം എന്ന് പറയുന്ന പ്രദേശത്ത് തന്നെ ഒരു 6 ദിവസം മുൻപ് കൃപേഷ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഇവിടെ ചികിത്സ തേടി രാത്രി വന്ന് അദ്ദേഹത്തിന് പ്രശ്നമൊന്നും ഇല്ല എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് പറഞ്ഞു വെച്ചൊരു സ്ഥിതി എരമത്ത് തന്നെ ഉണ്ടായിട്ടുണ്ട്. ഒലച്ചുമ്പോൾ അദ്ദേഹം കിടക്കുന്നു, എഴുന്നേൽക്കുന്നില്ല. ഇപ്പൊ ഈ രീതിയിലാണ് ആതുര ശുശ്രൂഷ രംഗത്ത് വലിയ പ്രതീക്ഷയോടെ പയ്യന്നൂരിലെ ജനങ്ങൾ നോക്കിക്കാണുന്ന ഒരു സ്ഥാപനം. ആ സ്ഥാപനത്തിന് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള സമീപനമാണ് ഉണ്ടായിട്ടുള്ളത്. അതിനെതിരെയാണ് യൂത്ത് കോൺഗ്രസ് നമ്മൾ സമാധാനപരമായ സമരമാണ്. ഇവിടെ കുഴപ്പമുണ്ടാക്കാൻ വന്നത് ഇവിടെ പോലീസിനെ അണിനിരത്തിക്കൊണ്ട് സമരം അകത്ത് കയറ്റാൻ വിടില്ല, സംസാരിക്കാൻ വിടില്ല എന്നൊക്കെ പറഞ്ഞാൽ ഈ ജനാധിപത്യ രാജ്യത്ത് ജനങ്ങളുടെ കൂടെ നിൽക്കുന്ന പ്രസ്ഥാനമാണ് യൂത്ത് കോൺഗ്രസ്. അതുകൊണ്ട് ഞങ്ങൾ ആ ഭീഷണിക്കൊന്നും വഴങ്ങില്ല. ആ ഭീഷണിക്കൊന്നും വഴങ്ങില്ല. മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത്, ഇതിന്റെ അന്വേഷണങ്ങളെ അട്ടിമറിക്കാനാണ് ശ്രമമെങ്കിൽ അത് നടക്കില്ല. കൃത്യമായി ഈ കുട്ടിയെ അനസ്തേഷ്യ കൊടുത്ത ഡോക്ടറെ ഡീറ്റെയിൽസ് എത്ര ശതമാനം കൊടുത്തു എന്നൊക്കെ നമ്മൾ ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് നമ്മൾ ഇത് പരാതി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. കണ്ണൂർ MLA ടി.ഒ. മോഹൻ ഇന്ന് അടിയന്തരമായി ആശുപത്രിയുമായി ഇടപെട്ടിട്ടുണ്ട്. അങ്ങനെ യൂത്ത് കോൺഗ്രസിന്റെ ആളുകളൊക്കെ ഇടപെട്ടു. അതുകൊണ്ട് എല്ലാ മേഖലയിലെ ആളുകളെ ഞങ്ങൾ ബന്ധപ്പെടുത്തിക്കൊണ്ട് വളരെ ശക്തമായ രീതിയിലുള്ള പ്രക്ഷോഭമാണ് നടത്താൻ വേണ്ടി പോകുന്നത്. ആശുപത്രി അധികൃതമായി സംസാരിച്ച് കുഞ്ഞിയെ ബ്രെയിൻ ഡെത്ത് എന്നാണ് പറയുന്നത്. എത്ര നിസ്സാരാണെന്നറിയോ? 10 വർഷത്തിന് ശേഷമാണ് ആ മാതാപിതാക്കൾ ഒരു കുട്ടി ഉണ്ടായിട്ടുള്ളത്. 10 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ഒരു കുട്ടി പിറന്ന് ആ കുട്ടി ഒരു ചുണ്ടിന് പൊട്ടിയിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് അത് ബ്രെയിൻ ഡെത്താണ് എന്ന് പറയുമ്പോൾ എത്ര നിസ്സാരാണ്. അതുകൊണ്ട് അധികൃതരെ ഇത് മനസ്സിലാക്കിക്കൊണ്ട് നല്ല സമാധാനപരമായിട്ട് ഒരു ചർച്ച നടത്തി ഈ പ്രശ്നം പരിഹരിക്കുന്നതാണ് നല്ലത്. അല്ലാതെ പോലീസിനെയൊക്കെ അണിനിരത്തി അങ്ങ് മൂക്കിലേക്ക് വലിച്ചു കയറ്റാനുള്ള ധാരണയാണ് ഉണ്ടെങ്കിൽ അത് നടക്കില്ല എന്ന് മാത്രമാണ് സൂചിപ്പിക്കുകയാണ്. ആശുപത്രിയുടെ ഒരു പോറലും നമ്മൾ ഏൽപ്പിക്കില്ല. അതുപോലെ തന്നെ രോഗികൾക്ക് ഒരു ബുദ്ധിമുട്ടും നമ്മുടെ സമരം ഉണ്ടാകില്ല എന്ന് മാത്രം സൂചിപ്പിക്കും. സംസാരിച്ചിട്ടേ നമ്മൾ ഇവിടെ പോകും. ഏത് ബാധ്യതയായാലും യാതൊരു സംശയവും ഒരു ബസ് പോലീസും കൂടി വിളിക്കും. ഗേറ്റ് അടക്കാൻ പറ്റുന്ന അടക്കി. എന്റെ ഹിന്ദിക്കാരൻ കൂടി ഗേറ്റ് അടക്കാൻ നോക്കുന്നുണ്ടായില്ല. അതിന് അടക്കാൻ പറ്റിയില്ലേ? ജാമായി പോയാ ഒരു കുഞ്ഞിനെയും കൊന്നിട്ട് നാണൂലാണ്ട് ഓനെ ഓർത്തു പോനാണ്. ഡോക്ടറും കൂടെ വന്നിട്ട് നമ്മൾ പോകൂലേ? ഓനാണ് ഇരിക്കാനാണ് 2 മിനിറ്റ് കൂടി കാത്തിപ്പോൾ അതുകൊണ്ട് വന്നില്ല.
ഇതിങ്ങനെ നല്ല ശരിക്കും ചെയ്യേണ്ടത് വെച്ച് പൊട്ടിക്കേണ്ടതാണ്. ഇത്തിരി സമാധാനമാണ് ലാസ്റ്റോട് പറഞ്ഞു വരുന്നില്ല നമ്മൾ കയറും. പിന്നെ സമരത്തിന് രൂപമാറും ആകുമ്പോ മറ്റൊന്നും പറയുന്ന മയമായിട്ട് പറഞ്ഞു. അരമണിക്കൂറായാലും ഒന്നിങ്ങോട്ട് കെട്ടിയെടുക്കാനുള്ള സമയം ഏറ്റി പോകണമല്ലോ. ഒരു ഏറ്റിയിൽ ഇരിക്കുന്നു. നീ കുറെ നേരം മാറി എന്ന് പറഞ്ഞ സമയത്രേ നമ്മുടെ കാത്തിരുന്നത്. നിങ്ങൾക്ക് വളരെ മര്യാദ അത് ഇനി അത് സംസാരിക്കണ്ടല്ലേ? നിങ്ങൾ പരസ്യം മീരൊക്കെ കൊടുക്കുന്നില്ലേ? ഇല്ലേ? അപ്പൊ ഇതെന്നറിയോ, ഇത് നമുക്കൊരു ആരെ സാറോടല്ലേ സംസാരിക്കണ്ടേ? നമ്മുടെ കാര്യങ്ങൾ പറയാം. പിന്നെ ഇത് എന്റെ നാട്ടിലൊരു കുട്ടിയുടെ വിഷയമാണ്. പിന്നെ കുട്ടി ഇവിടെ ചുണ്ട് പൊട്ടി വീണിട്ടാണ് വരുന്നത്. 1.5 വയസ്സായ കുട്ടിയാണ്. ആ കുട്ടി നിങ്ങൾ 6 മണിക്കൂർ ആ കുട്ടീനെ ഒബ്സർവേഷൻ വെച്ചു. ഇവിടെ ഒരാളുടെ സജഷൻ്റെ കൂടെ വന്നേ അവിടെ. അതിനുശേഷം നിങ്ങൾ അനസ്തേഷ്യ അടക്കൂല പരിപാടി സർജറി ചെയ്യുന്നു. ഇപ്പം നൂതനമായ ഒരുപാട് ചികിത്സാ പരിപാടികളുണ്ട്. ഈ കുട്ടിക്ക് അവരെ കപ്പാസിറ്റിക്ക് അപ്പുറത്തേക്കുള്ള ഇത് കൊടുത്ത് കുട്ടി ഇപ്പം എന്ന് പറഞ്ഞാൽ അവിടെ കിടക്കുന്ന ബ്രെയിൻ ഡെത്ത് എന്ന് പറഞ്ഞാൽ കിടക്കുന്നു. ഒന്നത് ഇതേ സ്ഥലത്ത് ഒരാഴ്ച മുമ്പ് കൃപേഷ് എന്ന് പറയുന്ന ഒരു എരമത്തെ കുട്ടി, ഒരു 45 വയസ്സിൻ്റെ ആൾ വന്നിരുന്നു. തലേ ദിവസം ഇവിടുന്ന് മെഡിസിനൊക്കെ വാങ്ങി പ്രശ്നമില്ല പോയിക്കോന്ന് പറഞ്ഞു. രാവിലത്തെ അവരുടെ ബെഡിൽ നിന്ന് എഴുന്നേൽക്കുന്നില്ല. അപ്പം നമ്മൾ നിങ്ങളോട് പറഞ്ഞു ഇത് ഒരു ആതുര ശുശ്രൂഷ രംഗമാണ്. ഇപ്പം ആ കുടുംബത്തിന് വലിയൊരു നഷ്ടം ഉണ്ടായിട്ടുണ്ട്. കാരണം മാനസികമായിട്ട് അവർക്ക് അപ്പം നിങ്ങൾ അപ്പം 10 വയസ്സായ കുട്ടിയാണ്. 2 വയസ്സായ കുട്ടിയെ 10 വർഷം കാത്തിരുന്നിട്ട് ആ കുട്ടി ഉണ്ടായത്. അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഉചിതമായ നടപടി അതിനെതിരെ നിങ്ങൾ എടുക്കുക. ഇതിൻ്റെ ചികിത്സക്ക് നേതൃത്വം കൊടുത്തവർക്ക് 1. 2, നാളെ ഇപ്പോൾ കുടുംബത്തിനെ കുട്ടിയെ അമ്മാവനെ വിളിച്ച് കുട്ടി കണ്ണൂരിൽ അവർ വന്നുകൊണ്ടിരിക്കുന്നത്. നാളെ അവർ വരുമ്പോൾ ഉചിതമായ രീതിയിൽ അവർക്ക് സംസാരിച്ചിട്ട് എന്താണ് ആ കുടുംബത്തിൻ്റെ പ്രയാസം എന്നുള്ളത് നിങ്ങൾ തിരുത്താൻ വേണ്ടി തരും. അത് രണ്ടും നിങ്ങൾ റിക്കാർഡിക്കലായിട്ട് എഴുതി തരണം എന്ന അഭിപ്രായം. എന്നാൽ യൂത്ത് കോൺഗ്രസിന് വേറെ പറയാൻ അല്ല സാർ, ഇങ്ങനെ വരാനുണ്ടായ കാരണം എന്താ? കുട്ടിക്ക് ഈ ഒരു വിഷയം അനസ്തേഷ്യ കൊടുക്കാനുണ്ടായ കാരണം എന്താ? കുട്ടി നേരത്തെ പറഞ്ഞല്ലോ 1.5 വയസ്സുള്ള 1 വയസ്സും 4 മാസമുള്ള കുട്ടിയാണ്. ആ കുട്ടിക്ക് കരഞ്ഞു. സ്റ്റിച്ചിന്റെ സമയത്ത് കരഞ്ഞത് കൊണ്ടാണ് അനസ്തേഷ്യയിൽ ചെയ്യാം, മുറിവ് കുറച്ച് കൂടുതലുണ്ടായിരുന്നു, അതുകൊണ്ടാണ് അനസ്തേഷ്യയിൽ ചെയ്യാൻ. അപ്പൊ ആ കുട്ടിക്ക് ഹിസ്റ്ററിയോ കാര്യങ്ങളോ നിങ്ങൾ നോക്കിയില്ല? കുട്ടിക്ക് അസുഖം മറ്റുള്ള അസുഖങ്ങൾ ഉണ്ടായതൊന്നും നിങ്ങൾ അറിഞ്ഞില്ല? പ്രീ ടൈം ഡെലിവറി ആയിരുന്നു, 7 മാസത്തിൽ ജനിച്ച കുട്ടിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം അറിയാവുന്ന കാര്യങ്ങളാണ്. ഇനി ഇങ്ങനെ സംഭവിക്കാനെന്നാ സാർ? അനസ്തേഷ്യക്ക് വരുന്നത് അനസ്തേഷ്യ എടുക്കുന്ന സമയത്തുള്ള കോംപ്ലിക്കേഷൻ 5 മണിക്കൂർ ഡോക്ടർ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു. 5 മണിക്കൂറോളം ഡോക്ടർ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു. ഡോക്ടർ വന്ന് കണ്ടതാണ്. എത്ര മണിക്കൂർ കഴിഞ്ഞു? അനസ്തേഷ്യ കൊടുക്കുന്നതിന് മുമ്പ് കുട്ടി നെൽഡോറിലായിരുന്നു. അത് ഭക്ഷണം കഴിച്ചിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് മാത്രമേ അനസ്തേഷ്യ കൊടുക്കാൻ പറ്റൂ. അതുകൊണ്ടാണ് രാവിലെ 12 മണിക്ക് വന്ന കുട്ടീനെ ഒരു 3-4 മണി സമയത്ത് അനസ്തേഷ്യ ചെയ്യാൻ കാരണം. അതാണ് ഡിലേ വരാൻ കാരണം. അതല്ലാണ്ട് നേരത്തെ വന്ന് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. അനസ്തേഷ്യ കൊടുക്കുന്ന സമയത്ത് കുറച്ച് ഭക്ഷണം കഴിച്ചിട്ട് കുറച്ച് ഗ്യാപ്പ് വേണം. എന്നാൽ മാത്രമേ അനസ്തേഷ്യ കൊടുക്കാൻ പറ്റും. അങ്ങനെ തപ്പിച്ചാലോ ഇതാക്കിയാലോ ഒന്നും കുട്ടിക്ക് ചെയ്യാൻ പറ്റില്ല. എത്ര സ്റ്റിച്ച് ഉണ്ടായിരുന്നു? അത് സ്റ്റിച്ച് തുടങ്ങിയപ്പോഴേക്കും കുട്ടി കരഞ്ഞിട്ടുണ്ട്. അത് എത്ര സ്റ്റിച്ച് രണ്ടുപേരും ഡോക്ടർമാർക്ക് അറിയില്ലേ? മുറിവിനനുസരിച്ച് എത്ര ചികിത്സ ഡിപ്പെൻസ് ആണ്. അതെ, എന്നാലും സ്റ്റിച്ച് എത്ര എന്തായാലും നിങ്ങളെ ഭാഗത്ത് വീഴ്ച ഉണ്ടെങ്കിൽ സമ്മതിക്കണ്ടോ? ഈ വിഷയത്തിനകത്ത് നിങ്ങളുടെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്നാണ് ചോദ്യം. അതാണ് അത് നിങ്ങളെ പറയാം. വീഴ്ച എന്നല്ല, ഇത് അനസ്തേഷ്യയുടെ ഒരു കോംപ്ലിക്കേഷൻ ആണ്. അതെ, നീ ചെയ്യാത്ത സമയം അനസ്തേഷ്യ ഇല്ലാണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനത്തെ അനസ്തേഷ്യ കൊടുത്തിട്ട് അതിന് ഡോസ് കൂട്ടിക്കൊണ്ട് ആ കുട്ടി മരിക്കുന്ന സാഹചര്യം ഇപ്പൊ നിലവിൽ ഡോസ് കൂടിയോണ്ടല്ലേ മരണപ്പെട്ടത്. അങ്ങനെയല്ല. പിന്നെ എങ്ങനെയാ കാർഡിയക് അറസ്റ്റ് വരുന്നത്? എല്ലാ അനസ്തേഷ്യക്കും ഒരു കോംപ്ലിക്കേഷൻ. ഇത്രയും ചെറിയ കുട്ടിക്ക് അനസ്തേഷ്യ കൊടുക്കേണ്ട അളവ് തോതിൽ നിങ്ങൾക്ക് അറിയില്ലേ? നിങ്ങൾ പിന്നെ ഇങ്ങനെ എങ്ങനെ ആ കുട്ടി മരിച്ചുപോയത്?
അതല്ലേ പറഞ്ഞു അനസ്തേഷ്യ പിന്നെ കോംപ്ലിക്കേഷൻ നിങ്ങൾ MBBS ആണ് പഠിച്ചിട്ട് രോഗിന്റെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ അല്ല ഒരു കാര്യം രൂപേഷേ, നമുക്ക് രേഖാമൂലം അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല കാര്യം നിങ്ങൾ അത് എഴുതി തന്നാൽ അല്ല അത് തരണം. അത് നാളെ അവർ തളിപ്പറമ്പ ഉള്ളത് അവര് വരാത്തോണ്ട് നമ്മൾ കൂടുതലൊന്നും സംസാരിക്കുന്നത്. അവര് നാളെ രക്ഷിതാക്കൾ അവരെ അമ്മാവനടക്കം വരും. ഒന്നുമില്ല, നിങ്ങൾ നാളെ ഇവിടെ വന്നാലും വലിയ പരാജയ കേസാണ് കൊടുക്കാറില്ല. ഉറപ്പാണ്. നാളെ നമ്മൾ മാർച്ച് അടിച്ചു പൊട്ടിക്കുന്നുണ്ട്. സ്ഥാപനമാണ് എല്ലാം അറിയാം. നമ്മളെ സമാധാനപരം ഇവിടെ വന്ന് പോയതിന്റെ പേരിൽ ഇവിടെ ആരെ പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളെ നിങ്ങൾ മാന്യമായി സംസാരിക്കുന്നു, മാന്യമായി ഇടപെടുന്നു. അതുകൊണ്ട് തന്നെ അങ്ങനെ ഇടപെട്ടത്. അങ്ങനെ ഒരു പരാതി നിങ്ങൾ ഇതിപ്പോ മാർച്ചും കാര്യങ്ങളൊക്കെ അടിച്ചു പൊട്ടി. അല്ല ഇതിപ്പോ ഇവിടെ വന്ന് യൂത്ത് കോൺഗ്രസിന്റെ ആളുകൾക്ക് നിങ്ങൾ ഇതിന് മറുപടി കൊടുക്കണം. അത് കൊടുക്കാം. രക്ഷിതാക്കൾ വേറെ ഒന്നും നമ്മളിപ്പോ ആവശ്യപ്പെടുന്നില്ല, ഒരു ഡിമാൻഡും നമ്മൾ ചെയ്യുന്നില്ല. നമുക്ക് ചെയ്തുകൂടാ. നിങ്ങൾ ഇവിടെ സമരം ചെയ്ത യൂത്ത് കോൺഗ്രസുകാർക്ക് നിങ്ങൾ സമരവുമായി ബന്ധപ്പെട്ട ഈ വിഷയത്തിൽ വളരെ ഉചിതമായ തീരുമാനം എടുക്കുന്നത് ബ്ലോക്ക് നിയോജകമണ്ഡലം ചെയർമാൻ എഴുതി കൊടുക്കണം. ബാക്കി നമ്മളൊന്നും ഇപ്പം പറയുന്നില്ല. ഓക്കെ, തെറ്റല്ലേ? ഇതുപോലുള്ള ഒരുപാട് സമരങ്ങൾ പയ്യന്നൂർ കണ്ടതാണ്. നമ്മുടെ പയ്യന്നൂർ പല ആശുപത്രിയുടെ പരിസരത്ത് പോകാൻ പാടില്ല കോടതി വിധി പോലും ഉണ്ടായത് അറിയാലോ. അതെ, അത്ര ദിവസങ്ങളോളം നീണ്ടുനിന്ന സത്യാഗ്രഹ സമരങ്ങളും ഡോക്ടർമാർക്കെതിരെ സർക്കാർ ആശുപത്രിയിൽ പോലും നമ്മൾ സമരം ചെയ്ത പാരമ്പര്യമുള്ള ഒരു പ്രസ്ഥാനമായത്. അതുകൊണ്ട് തന്നെ ഇതിനെ വേണ്ട ഏതറ്റം വരെ പോകാനും ഞങ്ങളെ പ്രസ്ഥാനം തയ്യാറാണ്. വളരെ ന്യായമായ രീതിയിൽ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് എല്ലാവർക്കും നല്ലതെന്ന് മാത്രം. യൂത്ത് കോൺഗ്രസിന് എന്താ ഈ വിഷയത്തിൽ പറയാനുള്ളത്? എന്താണ് പറയാനുള്ളത്? ലൈവാണ്. പയ്യന്നൂരിലെ സ്വകാര്യ ആശുപത്രി വളരെയേറെ ഗൗരവമേറിയ വിഷയമാണ് ഉണ്ടായിട്ടുള്ളത്. നമുക്കറിയാം, 1.5 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടിയെ അതിനൊരു 4 ദിവസം മുമ്പാണ് ഈ പയ്യന്നൂരിൽ ഈ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തത്. ചുണ്ടിന് ചെറിയൊരു മുറിവ് പറ്റിയ കുട്ടിക്ക് അനസ്തേഷ്യ കൊടുക്കുകയും കുട്ടിക്ക് അറ്റാക്ക് സംഭവിച്ച് കണ്ണൂരത്തെ ബേബി മെമ്മോറിയൽ പ്രവേശിച്ചു. കുട്ടിയുടെ അവസ്ഥ ഇപ്പോൾ വളരെ ഗുരുതരമാണ്. ആശുപത്രിയുടെ ഭാഗത്തു നിന്ന് വളരെ ഗുരുതരമായ വീഴ്ചയാണ് സംഭവിച്ചിട്ടുള്ളത്. അതിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസിന്റെ സമരം ഇന്ന് ഈ ഹോസ്പിറ്റലിൽ നടത്തിയത്. നമുക്കറിയാം, ഈ സാധാരണ ആശുപത്രികൾ കൊള്ള സംഘങ്ങളായി മാറുന്ന ഒരു അവസ്ഥയാണ് നാം കാണുന്നത്. കുറേ അടുത്ത കാലഘട്ടത്തായി സാധാരണ ജനങ്ങളെ വലിയ രീതിയിൽ പിഴിയുന്ന ഒരു അവസ്ഥയാണ് പയ്യന്നൂരിലെ പല ആശുപത്രി കേന്ദ്രീകരിച്ച് നടത്തുന്നത്. ഇതിനെതിരെ ഒരു പ്രതിഷേധമാണ്. ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ട മാനേജ്മെന്റ് അധികാരികളോട് നമ്മൾ സംസാരിച്ചു. കുടുംബത്തിന് ഒരു സഹായവും അവരുമായി സംസാരിച്ച് അതിന്റെ എന്താ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാമെന്ന് നമുക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. രേഖാമൂലം പേപ്പർ ഇപ്പോൾ ചെയ്യുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. പറയാനല്ല ആർക്കും ഇല്ലല്ല. എന്തിനാ കേസ് വരുന്നതിന് പേരിൽ ആയിക്കോട്ടെ വെച്ചിട്ടാണ്. ഇന്ന് നമ്മൾ ഈ രാവിലെ പച്ചവെളിച്ചം DYFI ഇവിടെ നേതാക്കന്മാരോട് എത്തിയ വിഷയം ലൈവായിട്ട് ചെയ്തിരുന്നു. നമ്മൾക്കറിയാം, എരമത്തുള്ളൊരു ചെറിയ കുട്ടിയുടെ വിഷയമാണ്. നിങ്ങൾ ലൈവ് കണ്ടവർക്ക് ഈ വിഷയം അറിയാം. ഏതായാലും ഒരു 10 വർഷത്തിന് ശേഷം അവർക്കുണ്ടായ ഒരു കുട്ടിയാണ്. ആ കുട്ടിക്ക് ഏകദേശം 2 വയസ്സ് പ്രായം, അതിനടുത്തുള്ള പ്രായമാണെന്നാണ് പറഞ്ഞത്. അങ്ങനെ ചെറിയൊരു കളിക്കുന്ന സമയത്ത് ചെറുങ്ങനെ വീണിട്ട് ചുണ്ടിനെ പറ്റി ഒരു പരിക്ക് പറ്റിയിട്ട് ഇവിടെ വന്നിട്ട് ഇവരുടെ ഭാഗത്തുനിന്ന് വലിയ നെഗ്ലിജൻസ് ആണ് ഉണ്ടായിട്ടുള്ളത്. ബേബി മെമ്മോറിയൽ നമുക്ക് വലിയ പ്രതീക്ഷയോട് കൂടിയിട്ട് പയ്യന്നൂർ കണ്ട ഒരു ഹോസ്പിറ്റലാണ് ബേബി മെമ്മോറിയൽ. ഈ ഹോസ്പിറ്റലിൽ ഇപ്പോഴുള്ള നിലവാരം എന്താണെന്ന് ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ ഇവിടെ DYFIയുടെ ആളുകൾ നേരത്തെ പറഞ്ഞിരുന്നു. ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ ആളുകളും പറഞ്ഞിട്ടുണ്ട്. ഏതായാലും വളരെ സങ്കടകരമായ ഒരവസ്ഥയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് എന്നാണ് പച്ചവെളിച്ചത്തിന് പറയാനുള്ളത്. പയ്യന്നൂരിലെ ചികിത്സാ രംഗത്ത് അടിക്കടി ഉണ്ടാവുന്ന ഇത്തരം പിഴവുകൾ നമ്മുടെ ജീവൻ പോലും എടുക്കുന്നൊരു സാഹചര്യം ഉണ്ടാവുന്നു എന്ന കാര്യം നമ്മൾ കാണാതിരിക്കാൻ വേണ്ടി പാടില്ല. ഏതായാലും ഈ വിഷയം വളരെ ഗൗരവത്തോടുകൂടി കാണാൻ വേണ്ടിയിട്ട് എന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ
ആളുകൾ തയ്യാറാവണം എന്നാണ് പറയാനുള്ളത്. ഇവിടെ വരുന്ന രോഗികൾ പയ്യന്നൂരിനെ സംബന്ധിച്ചിടത്തോളം മുഴുവൻ ഹോസ്പിറ്റലുകളും എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ നൂറുകണക്കിന് രോഗികളെ പരിശോധിക്കുന്ന ടോക്കൺ കൊടുക്കുക, രോഗികളോട് അവരുടെ ഒരു ഹിസ്റ്ററിയും ചോദിച്ച് മനസ്സിലാക്കാതെ അവരെ ചികിത്സിക്കുക, അങ്ങനെ വെറും കച്ചവട താല്പര്യത്തിൽ അധിഷ്ഠിതമായ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനം പയ്യന്നൂരിൽ പൊതുവേ ഉണ്ട്. ആ വിഷയം പലപ്പോഴായി പറഞ്ഞ ഒരു മാധ്യമമാണ് പച്ചവെളിച്ചം. അത്തരം വിഷയങ്ങൾക്കെതിരായിട്ടുള്ള പ്രതികരണങ്ങൾ ഉണ്ടാവുന്നു എന്നത് വളരെ സന്തോഷകരമായ കാര്യമാണ്. കാരണം ഇവിടെ എന്തെങ്കിലും ഉണ്ടായാലും ചോദിക്കാൻ ആരുമില്ല, ആരാ ചോദിക്കാൻ എന്നുള്ള രീതിയിലുള്ള ഒരു പ്രവണത പൊതുവെയുണ്ട്. അങ്ങനെയുള്ള ഒരു ഘട്ടത്തിലാണ് യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം, അവർ ഭരണകക്ഷി ആയിട്ട് പോലും അവരതിൽ നിന്നും ഒരു തരത്തിലും അതിനെയൊന്നും അതിനെ ആ രീതിയിൽ കാണാതെ ഒരു വിഷയത്തിൽ ആ വിഷയത്തിന്റെ മെറിറ്റ് നോക്കി പ്രതികരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ തയ്യാറായിട്ടുണ്ട് എന്ന കാര്യം വളരെ സന്തോഷത്തോടു കൂടി തന്നെയാണ് പച്ചവെളിച്ചം കാണുന്നത്. ഈ ആരോഗ്യരംഗത്തുള്ള ഗുണകരമല്ലാത്ത വലിയ പ്രവണത പയ്യന്നൂരുണ്ട്. പയ്യന്നൂരിൽ രാത്രിയിൽ അസുഖം വന്നാൽ, നെഞ്ഞുവേദന വന്നാൽ ഒന്നിക്കൽ ആളുകളെ കൊണ്ടുപോകാൻ, മരിച്ചിട്ട് കൊണ്ടുപോകാൻ ആംബുലൻസ്, അല്ലെങ്കിൽ ഇവിടുന്ന് കൊണ്ടുപോകാൻ കണ്ണൂരേക്കും പരിയാരത്തേക്കും കൊണ്ടുപോകാൻ ആംബുലൻസ് എന്ന ഒരു ഘട്ടമുണ്ട്. അതുപോലെ തന്നെ ഞായറാഴ്ചകളിൽ എല്ലാ അടച്ചുപൂട്ടിയിട്ടുള്ള കടമുടക്കം എന്നുള്ള രീതിയിലാണ് പയ്യന്നൂരിലെ ആരോഗ്യരംഗത്തെ മൊത്തം പ്രവർത്തനം എന്നത് നമ്മൾ കാണുന്നുണ്ട്. അതിനൊക്കെ ഒരു പരിഹാരമാകും ബേബി മെമ്മോറിയൽ പോലുള്ള ഒരു വലിയൊരു സ്ഥാപനം എന്നുള്ള പ്രതീക്ഷ പയ്യന്നൂരിനുണ്ടായിരുന്നു. അപ്പൊ ഈ ഹോസ്പിറ്റലിൽ വരുന്ന സമയത്ത് ആ രീതിയിൽ തന്നെ പയ്യന്നൂരിലെ ഒരു മികച്ച ചികിത്സാലയം വരുന്നു. നമ്മൾക്ക് ഒരു നെഞ്ഞുവേദന വന്നാൽ അതിന് പരിഹാരമുണ്ടാവുന്ന രീതിയിലുള്ള ഒരു ഹോസ്പിറ്റൽ ഇവിടെ വരുന്നു എന്നുള്ള രീതിയിൽ വാർത്ത നൽകിയ മാധ്യമമാണ് പച്ചവെളിച്ചം. എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി വരുന്ന രോഗികളെ പിയുന്ന, അവരെ അറുക്കുന്ന സമീപനം, ഒരു തരത്തിലുള്ള പ്രതിബദ്ധതയും ഇല്ലാതെ എങ്ങനെയും കാശാക്കാം എന്നുള്ള രീതിയിലുള്ള ഒരു പ്രവർത്തനത്തിലേക്ക് ഈ സ്ഥാപനങ്ങൾ മാറുന്നു എന്ന അതിഗുരുതരമായ വിഷയമാണ് പയ്യന്നൂർ നേരിടുന്നത്. അത്തരം വിഷയങ്ങളിൽ ക്രിയാത്മകമായി പ്രതികരിക്കാൻ വേണ്ടി യുവജന പ്രസ്ഥാനങ്ങൾ തയ്യാറാവുന്നു എന്ന കാര്യവും നമ്മൾ കാണാതിരിക്കുന്നില്ല. എന്തായാലും ഈ വിഷയം പയ്യന്നൂർ ചർച്ച ചെയ്യപ്പെടണം. ഈ പയ്യന്നൂരിലെ ആരോഗ്യരംഗത്തെ ഗുണപരമല്ലാത്ത സമീപനങ്ങൾ, അത് ഈ ഒരു ആശുപത്രിയിൽ മാത്രമല്ല പയ്യന്നൂരിലെ പല ആശുപത്രികളിലും നടക്കുന്ന തെറ്റായ പ്രവണതകൾ, അതിനൊക്കെ എതിരായിട്ട് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന മാധ്യമമാണ് പച്ചവെളിച്ചം എന്ന കാര്യം എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കറിയാം. അതുകൊണ്ട് തന്നെ ഈ വിഷയം ഗൗരവത്തോടെ ഏറ്റെടുക്കാൻ വേണ്ടി തയ്യാറായ യുവജന പ്രസ്ഥാനങ്ങളെ സല്യൂട്ട് ചെയ്യാൻ വേണ്ടി പച്ചവെളിച്ചം തയ്യാറാവുന്നു. ഏതായാലും ഈ ലൈവ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. ഇതിന്റെ മറ്റു വിശദാംശങ്ങൾ എന്താണെന്ന് അറിഞ്ഞതിനു ശേഷം പച്ചവെളിച്ചത്തിന് പറയാനുള്ള കാര്യങ്ങൾ വേറൊരു വീഡിയോ സഹിതം പറയും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. പച്ചവെളിച്ചത്തിന് വേണ്ടി പയ്യന്നൂരിലെ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിന് മുന്നിൽ നിന്ന് രാജീവൻ പച്ച.